ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വമോതുന്ന ഒരു സദസ്സാണിത്. അഭിമന്യ ജോസ് പുളിക്കൽ പിതാവേ, ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, പ്രിയ ബഹുമാനപ്പെട്ട വികാരി ജനറാളച്ചന്മാരെ, പ്രൊവിൻഷ്യാളച്ച, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും വിശിഷ്ടരായ വ്യക്തികളെ ഏറെ സ്നേഹത്തോടെ തൃശൂർ അതിരൂപതയുടെ പൊന്നോമന മക്കളായിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഗവൺമെന്റ് തലത്തിൽ നടന്ന ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ചോദിക്കുകയുണ്ടായി, ഈ സമരത്തിന് എന്തുമാത്രം പിന്തുണയാണ് നഴ്സുമാർക്ക് ഈ UNAക്ക് കിട്ടുന്നത്, നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ഈ ടൗൺ ഹാളും പരിസരങ്ങളിലേക്കും അവരെയൊക്കെ കടന്നു വരാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും വന്ന് കാണട്ടെ. തൃശൂർ അതിരൂപത ഒറ്റക്കെട്ടായിട്ട് ഈ അതിരൂപതയ്ക്കെതിരെ, അതിരൂപത അധ്യക്ഷനെതിരെ ആരെങ്കിലും സ്വരമുയർത്തിയാൽ പ്രതികരിക്കും. അതിരൂപത അധ്യക്ഷൻ ഞാൻ വിളിച്ചാൽ എല്ലാവരും ഒന്നു ചേരും, ഈ സഭയെ സംരക്ഷിക്കും എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ചില സഹോദരന്മാരെന്നോട് പറഞ്ഞു, ഇനി ആകെ വേദിയിൽ കുറച്ച് കസേരകൾ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം ഫുള്ളായി എന്ന് പറഞ്ഞു. അതാണ് തൃശ്ശൂർ അതിരൂപത. എക്കാലത്തും ഈ അതിരൂപത പൊതുവായിട്ടുള്ള ഒരു ആവശ്യത്തിന്, ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ ഈ അതിരൂപതയിലെ വൈദികരും സമർപ്പിതരും അൽമായരും ഒറ്റക്കെട്ടായിട്ട് ഈ അതിരൂപതയെ നയിക്കുന്ന അതിരൂപത അധ്യക്ഷനോട് ചേർന്ന് നിലകൊണ്ടിട്ടുണ്ട് എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ സിറോ മലബാർ സഭയുടെ ഭാരതത്തിന് പുറത്തുള്ള ആദ്യത്തെ രൂപതയായ USA ചിക്കാഗോ രൂപതയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രത്യേക ക്ഷണിതാവായിട്ട് അവിടെ പോയിരിക്കുകയാണ്. പിതാവിൻ്റെ അസാന്നിധ്യത്തിലും പിതാവിൻ്റെ ശക്തമായ ധീരമായ നേതൃത്വത്തെ ഏറ്റെടുത്ത ദൈവജനമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദയം നിറഞ്ഞ ഞാൻ കൃതജ്ഞതയർപ്പിക്കുകയാണ്. ദൈവനാമത്തിൽ നിങ്ങളെ നന്ദി പറയുകയാണ്. പൗലോസ്യ പറയുന്നുണ്ടല്ലോ, നിങ്ങളെയൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ കർത്താവായ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളെ, ഈ ദൈവജനത്തെ ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ശ്രീ ജോഷി വടക്കൻ മാസ്റ്റർ സ്വാഗത പ്രസംഗത്തിൽ ഈ അതിരൂപതയുടെ ഈ സഭയുടെ അതിരൂപതയുടെ ഒരു ലെഗസി പറയുകയുണ്ടായി. അവിടെ നമ്മൾ ശ്രവിച്ച ആ പ്രക്ഷോഭങ്ങളുടെ, സമരങ്ങളുടെ, ഈ അതിരൂപതയുടെ പ്രതിരോധത്തിന്റെ ചരിത്രത്തിൽ അധിക പങ്കും വിദ്യാഭ്യാസ പ്രേഷിതത്വത്തെ, ഈ സഭയുടെ ഏറ്റവും ഹൃദയത്തിലുള്ള ഈ വിദ്യാഭ്യാസ പ്രേഷിതത്തെ തകർക്കുന്നതിന് വേണ്ടി നടന്ന പരിശ്രമങ്ങൾക്കെതിരെയുള്ള വലിയ സമരങ്ങളായിരുന്നു. 1972 ഈ കോളേജ് സമരം, ആ സമരത്തിൽ കുണ്ടുകുളം പിതാവ് തേക്കിൻകാട് മൈതാനിയിൽ നടത്തിയ പ്രസംഗം ഒരുപക്ഷെ വലിയൊരു വിപ്ലവ തീപ്പന്തമായിട്ട് കേരളം മുഴുവൻ വ്യാപിച്ചെങ്കിൽ അതുപോലുള്ള അനേക സമരങ്ങൾ, സ്വാശ്രയ സമരത്തിന് അഭിമന്യ താഴത്ത് പിതാവിന്റെ ശക്തമായ ഗർജിക്കുന്ന സ്വരം ഈ കേരളത്തെ മുഴുവൻ സ്വാധീനിച്ചെങ്കിൽ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള, വിദ്യാഭ്യാസം സഭയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രേക്ഷിത ദൗത്യമായതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തെയല്ല, സഭയുടെ തന്നെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ആതുര സേവന ശുശ്രൂഷ രംഗത്തെ തകർക്കുന്നതിന് സംഘടിതമായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ പല കാലഘട്ടങ്ങളിൽ നടന്നെങ്കിൽ ഇന്ന്
അത് ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. 1972 നമ്മൾ കോളേജ് സമരം എന്ന് വിളിച്ചെങ്കിൽ 2026 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആശുപത്രി സമരമാണ്. ഇത് തൃശൂർ അതിരൂപതയുടെ മാത്രമല്ല, സഭയുടെ ആതുര ശുശ്രൂഷയെ തകർക്കുന്നതിന് ആസൂത്രിതമായിട്ടുള്ള സമരമാണ്. അതിനെ അതിരൂപത കുടുംബം ഒറ്റക്കെട്ടായിട്ട് ചെറുത്ത് തോൽപ്പിക്കും, അതിനെതിരെ പോരാടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത് ഇത് UNA-യുടെ സമരമാണ് എന്നാണ്. നേഴ്സുമാരുടെ സമരമല്ല. നേഴ്സുമാരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇത് UNA എന്ന സംഘടനയുടെ ഒരു സമരം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ സമരം ഇത് തൃശൂർ അതിരൂപതയുടെ സമരമാണ്. ഇത് ദൈവജനത്തിന്റെ സമരമാണ്. എന്തിനെതിരായിട്ടുള്ള സമരമാണ്? ഈ സഭയുടെ ആതുര പ്രേക്ഷിത രംഗങ്ങളെ തകർക്കുന്നതിനെതിരെ ഒറ്റക്കെട്ടായി ഈ സഭാ സമൂഹം അരയും തലയും മുറക്കി ഇറങ്ങി പുറപ്പെടുകയാണ്. ആ സമരത്തിന് നമ്മൾ കഴിഞ്ഞയാഴ്ച നാന്ദി കുറിച്ചു. ഇന്ന് അത് വലിയ ജ്വാലയായിട്ട് ഉയർന്നു പൊങ്ങുകയാണ് എന്ന് നമ്മൾ കാണുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട അതിരൂപത ഭവനത്തിനെതിരായി നടന്ന വലിയ ഉപരോധം എല്ലാവരെയും വേദനിപ്പിച്ച ഒരു സമയമാണ്. ഈ സമരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണെന്ന് മറനീക്കി പുറത്തു വന്ന ഒരു സമയമായിരുന്നു അത്. UNA നേതാക്കളും അമല ജൂബിലി അഡ്മിനിസ്ട്രേഷനിലുള്ളവരും അഭിമന്യ പിതാവിനോടൊപ്പം CMI പ്രൊവിൻഷ്യൽ അച്ഛൻ ജോസ് നന്ദിക്കരയച്ചനും ചേർന്ന് നടന്ന ചർച്ച വളരെ സൗഹാർദ്ദപരമായിട്ട് വലിയ കാരുണ്യത്തിന്റെ നീട്ടിക്കൊണ്ടാണ് അഭിമന്യ പിതാവ് അന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ച വളരെ സൗഹൃദപരമായിട്ട് ഈ സമരത്തെ പരിഹരിക്കാനുള്ള മാർഗം എന്നുള്ളത് അത് ഗവൺമെന്റിന്റെ മിനിമം വേജസ് എത്രയും വേഗം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് അമല ജൂബിലി മാനേജ്മെന്റുകളുമായിട്ട് നടന്ന ചർച്ചയിൽ 5 മാസം എടുക്കുമെന്ന് പറഞ്ഞ ഈ മിനിമം വേജസിന്റെ പ്രഖ്യാപനം അത് 2 മാസത്തിലേക്ക് ചുരുക്കാൻ നമ്മുടെ ഒരുമിച്ചുള്ള ശ്രമത്തിന് സാധിച്ചു. ഇനി ഈ സംഘടനയും മാനേജ്മെന്റുകളും ചേർന്ന് ശ്രമിച്ചാൽ ഇത് ഏറ്റവും വേഗത്തിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾ എല്ലാവരും ഒരേ സ്വരത്തില് ഈ സംഘടനയോട് ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ച് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഒത്തിരിയേറെ നേഴ്സുമാര് ബാഗുമൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. UNA അംഗങ്ങൾ. പിതാവ് വലിയ സന്തോഷത്തോടു കൂടിയ പറഞ്ഞത് സമരം ഇപ്പൊ തീരാൻ പോവുകയാണ്, കാരണം അവരെല്ലാവരും ജോലിയിൽ പ്രവേശിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. എന്നാൽ നാം കണ്ടത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നേരത്തെ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് അനുസരിച്ച് ഈ നാടകത്തിന്റെ അടുത്ത രംഗം ആരംഭിക്കുകയായിരുന്നു. ബാഗ് കൊണ്ടുവന്നത് ജോലിയിൽ പ്രവേശിക്കാനല്ല, അതിരൂപത മന്ദിരം രാത്രി മുഴുവൻ ഉപരോധിക്കാൻ വേണ്ടിയാണ് എന്ന് പിന്നീട് നടന്ന സംഗതികളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെയാണ് ഈ സമരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മൾ തിരിച്ചറിയുന്നത്. അതിരൂപതയെ ഏറെ വേദനിപ്പിച്ച, വിശ്വാസികളെ ഏറെ വേദനിപ്പിച്ച ഒരു സമയം. അഭിമന്യ പിതാവ് പിന്നെ മുറിയിലേക്ക് പോയിട്ടില്ല. പിതാവ് ആ വരാന്തയിലിരുന്ന് ഇത് എന്തുകൊണ്ടാണെന്നുള്ള വലിയ വേദനയോടുകൂടെ നോക്കുകയായിരുന്നു. ഈ ജനം, ഈ നഴ്സിംഗ് UNA അംഗങ്ങള് അവിടെ ഉപരോധിച്ചപ്പോൾ അത് റോഡ് മുഴുവൻ ഉപരോധിച്ചിരിക്കുകയാണ്. നമ്മുടെ മലബാറിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികളെല്ലാം പോകുന്ന വഴി പൂർണ്ണമായിട്ടും ഉപരോധിച്ചപ്പോൾ ഗവൺമെന്റിൽ നിന്ന്, പോലീസ് അധികാരികളിൽ നിന്ന് ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ വന്നപ്പോൾ അഭിമന്യ പിതാവ് അവിടെ ആ വരാന്തയിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത്, അവര് ഞങ്ങളുടെ മക്കളാണ്, അവരെ അറസ്റ്റ് ചെയ്യരുത്, കേസും കൂട്ടവുമായിട്ട് അവരുടെ ഭാവി, എത്രയോ പേര് അതില് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരുണ്ട്,
അവരുടെ ഭാവി തകർക്കരുത് എന്നാണ് പിതാവ് ആവശ്യപ്പെട്ടത്. കാരുണ്യത്തിന്റെ മുഖം തന്നെയാണ് ഈ സമരത്തിന്റെ ആരംഭം മുതൽ ഇന്നും ഈ സഭ, നമ്മുടെ അതിരൂപതാധ്യക്ഷൻ അഭിമന്യ പിതാവ് പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ തെളിവാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നഴ്സുമാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് UNA സംഘടനയുടെ മറവിൽ ഇവിടെ പ്രവർത്തിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു ശക്തി അദൃശ്യമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതാണ് നമ്മെ ഏറെ ഭയപ്പെടുത്തുന്നത്. നമ്മൾ അതിനെതിരെ സകലവിധ ദൈവത്തിന്റെ സകലവിധ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പടപൊരുതേണ്ടിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ദൈവത്തിന്റെ സകല ആയുധങ്ങളും ധരിച്ച് ഈ സഭയെയും സഭയുടെ പ്രതീകങ്ങളായിട്ടുള്ള സഭാധ്യക്ഷന്മാരെ, വൈദികരുടെയും സമർപ്പിതരുടെയും ശുശ്രൂഷകളെ, ജൂബിലി, അമല, ആശുപത്രികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ, ഇവിടെ അതിന്റെ കണക്കുകളൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് കേട്ട് കാണും. ഒരു വർഷം കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭിക്കുന്ന, നിങ്ങൾ ദൈവജനം നൽകുന്ന, നിങ്ങളുടെ പെരുന്നാളിനും നമ്മുടെ വീട്ടിലെ ആഘോഷങ്ങളുടെയൊക്കെ സമയത്ത് നിങ്ങൾ തന്നെ അവിടെ ഡയാലിസിസിന് വേണ്ടി 100 പേരുടെ ഡയാലിസിസ്, 50 പേരുടെ ഡയാലിസിസും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പണം കൊണ്ട്, നാം തന്നെ സ്വരൂപിച്ച പണം കൊണ്ട് ഈ ജൂബിലിയിലൂടെ ഒത്തിരിയേറെ സഹായങ്ങൾ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഈ ജൂബിലിയുടെ അതുപോലെ അമലയുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ നല്ല പങ്ക് നമ്മുടെ തന്നെ ഇടവകകളിലെ പാവപ്പെട്ടവർക്ക്, അവർക്ക് 30%, 40% ഒക്കെ ഇളവ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെ കാരുണ്യത്തിന്റെ വലിയ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശക്തി അതേത് തന്നെയായാലും അത് തിന്മയുടെ ശക്തിയാണ്. അതിനെതിരെ എഫേസ്യ ലേഖനം പറയുന്നത് പോലെ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് നമുക്ക് പോരാടാം. സത്യം കൊണ്ട് അരമുറുക്കി, നീതിയുടെ കവചം ധരിച്ച്, സുവിശേഷത്തിന് ഒരുക്കമായ പാദരക്ഷകൾ അണിഞ്ഞ്, ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന കവചം ധരിച്ചുകൊണ്ട്, രക്ഷയുടെ പടത്തൊപ്പിയാകുന്ന പടത്തൊപ്പിയും ദൈവവചനമാകുന്ന വാളും എടുത്തുകൊണ്ട്, ആത്മാവിന്റെ വാൾ ഉപയോഗിച്ച് പോരാടും. ഏത് ലോകത്തിന്റെ അധീശത്വങ്ങൾക്കെതിരെ പോരാടുവാനും ഈ സഭയ്ക്ക്, ഈ വിശ്വാസ സമൂഹത്തിന് ഇന്ന് രാവിലെ വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിൽ നിന്ന് ശക്തി സംഭരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഈ ദൈവജനം മുഴുവനും കേൾപ്പുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമരത്തെ നമ്മൾ നേരിടുക തന്നെ ചെയ്യും. കാരണം ഇത് തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. സഭയെയും, കർത്താവിന്റെ മൗതിക ശരീരമാണ് സഭ. ഈ സഭയ്ക്കെതിരെ വരുന്ന ഏത് വെല്ലുവിളികളെയും നേരിടും. സഭയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നിർബാധം തുടരുവാൻ തീർച്ചയായിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അതിനെതിരെ വരുന്ന എല്ലാറ്റിനെയും എതിർത്ത് തോൽപ്പിക്കുവാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഈ സഭയുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒപ്പം നിൽക്കുന്ന നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് അൽമായ നേതാക്കളെ ഞാൻ പ്രത്യേകം കൃതജ്ഞതയോടെ, നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അഭിമന്യ പിതാവ് ഞങ്ങൾ ഒരുമിച്ച് ഈ സമരം തൃശ്ശൂർ അതിരൂപത മന്ദിരത്തെ ഉപരോധിച്ച സമയത്ത് ഞാൻ നോക്കുമ്പോൾ DVCLC-യിലൂടെയും ഫാമിലി അപ്പോസ്റ്റലേറ്റിലൂടെയും കുറേയേറെ ആത്മായ സുഹൃത്തുക്കള്, ഇത് കേട്ടറിഞ്ഞവരും കണ്ടവരും ഒക്കെ അവിടെ ഓടിക്കൂടി. അവരെല്ലാവരും സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുകയായിരുന്നു. ഈ സമരത്തിനെതിരെ ഒരു എതിർ സമരമായിട്ട് മുന്നോട്ട് പോകാൻ പലരും ആവശ്യപ്പെട്ടപ്പോൾ അഭിമന്യ പിതാവ് അത് തടഞ്ഞു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ നമ്മുടെ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയും അതുപോലെ തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റും നമ്മുടെ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഷിൻഡോ മാത്യുവും ഒക്കെ ഉൾപ്പെടെ കുറച്ച് നമ്മുടെ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള ആത്മായര് ആ സമരക്കാരുമായിട്ട് ചർച്ച ചെയ്യാൻ വന്നിരുന്ന ADM-ന്റെ അടുക്കലേക്ക് ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടല്ല, അവരവിടെ ധൈര്യപൂർവ്വം ആ സമരമുഖത്തേക്ക് ചെന്ന് ADM-ന്റെ അടുത്ത് പറഞ്ഞു, 5 ലക്ഷം വരുന്ന
വിശ്വാസ സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രത്തിനെതിരെ നിങ്ങൾ ഈ ഉപരോധം തുടർന്നും അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ ദൈവജനം, ഈ അതിരൂപതയിലെ അൽമായര് ഒരിക്കലും വെറുതെ നോക്കി നിൽക്കുകയില്ല. ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും. ഈ ജനം മുഴുവൻ ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് അവര് ധീരതയോടുകൂടെ പ്രഖ്യാപിച്ചത് തൊട്ട് പുറകെ ഞങ്ങൾ അതിന്റെ ഫലം കണ്ടു. ഈ സമൂഹത്തിന്റെ കൂടെ ആരും ഇല്ലെന്നല്ല, ഇവിടെ 5 ലക്ഷം ഈ ദൈവജനമുണ്ട്. അവിടെ നിന്ന് ADM ഗവൺമെന്റ് അധികാരികളുടെയൊക്കെ സംഭാഷണങ്ങളുടെ രീതി മാറി. കളക്ടർ തന്നെ, ബഹുമാന്യായ കളക്ടർ തന്നെ പാതിര നേരത്ത് അവിടെ 2:30 മണിക്ക് വന്ന് ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. അഭിമന്യ പിതാവ് ചർച്ചയുടെ സമയത്ത് എന്താണോ അവർക്ക് വാക്കുകൊടുത്തത് അത് തന്നെ കളക്ടറും പറഞ്ഞത്. നമ്മൾ ഗവൺമെന്റ് മുമ്പിൽ എന്താണോ പറഞ്ഞത് അത് തന്നെ കളക്ടർ അവരുടെ മുമ്പിൽ പറഞ്ഞത്. ആ സമരം അവിടെ പിരിഞ്ഞു പോയത് അത് ഈ ദൈവജനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. തിന്മയ്ക്കെതിരെ പോരാടാൻ ആത്മാവിന്റെ വാളുയർത്തി കടന്നു വരുന്ന ഈ വലിയ പടയണി ഈ സമരത്തെ തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.